മോർണിംഗ്. അപ്പോൾ നമ്മൾ അനലോഗ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി സി ലോഡ് ലൈൻ അനാലിസിസ് ആണ്. ഡി സി ലോഡ് ലൈൻ അനാലിസിസ്. അപ്പോൾ എന്താണ് ഡി സി ലോഡ് ലൈൻ അനാലിസിസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി മുതൽ എല്ലാ അനാലിസിസും നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. നമ്മൾ പ്രധാനമായിട്ടും 3 കോൺഫിഗറേഷൻസ് പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. അതിൽ ഏറ്റവും കൂടുതലായിട്ട് മോസ്റ്റ് പോപ്പുലർ യൂസ്ഡ് വൺ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. കാരണം എന്താണ്? അതിന് കറണ്ട് ഗെയിനും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, വോൾട്ടേജ് ഗെയിനും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. നെക്സ്റ്റ്, എന്താണ് ഡി സി ലോഡ് ലൈൻ അനാലിസിസ് നമുക്ക് നോക്കാം. ഡി സി ലോഡ് ലൈൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എ സി പാർട്ട് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്തില്ല. സോ വൈൽ അനലൈസിങ് ദ ഡി സി പാർട്ട്, അപ്പോൾ നമ്മൾ എ സി സിഗ്നൽ, നമുക്കറിയാം ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ആ സിഗ്നൽ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സോ എ സി സിഗ്നൽ അല്ലെങ്കിൽ എ സി പാർട്ട് അല്ലെങ്കിൽ സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യാത്തപ്പം നമ്മളൊരു അനാലിസിസ് നമ്മൾ ചെയ്യും. ഓക്കെ, ആ അനാലിസിസിനെ പറയുന്ന പേരാണ് എന്ത്? ഡി സി ലോഡ് ലൈൻ അനാലിസിസ്. അതേസമയം ഈ പറഞ്ഞിരിക്കുന്ന വി ബി ബി ഐ ബി ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസിസ്റ്ററിനെ പ്രോപ്പറായിട്ട് ബയാസ് ചെയ്യാം. പ്രോപ്പറായിട്ട് ബയാസ് ചെയ്യാൻ മീൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, കട്ട് ഓഫ് റീജിയൻ, ഇങ്ങനെ 3 റീജിയൻസിലാണ് നമ്മൾ ട്രാൻസിസ്റ്ററിനെ ഓപ്പറേറ്റ് ചെയ്യുക. അതിൽ തന്നെ നമുക്ക് ട്രാൻസിസ്റ്ററിനെ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കതിനെ ആക്റ്റീവ് റീജിയനിൽ വേണം നമ്മൾ ബയാസ് ചെയ്യാൻ. അങ്ങനെ പ്രോപ്പറായിട്ട് ബയാസ് ചെയ്യണമെങ്കിൽ ഈ വി ബി ബിയും വി സി സിയും നിർബന്ധമാണ്. ഓക്കെ, അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന സിഗ്നൽ അവിടെ നമ്മൾ കൊടുക്കുന്നില്ല. ബാക്കി എല്ലാ കണക്ഷനെല്ലാം അവിടെ ഉണ്ട്. ബട്ട് വി ആർ നോട്ട് ഗിവിങ് എനി സിഗ്നൽ അറ്റ് ദ ഇൻപുട്ട് സൈഡ്. അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത്? ഡി സി ലോഡ് ലൈൻ അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദിസ് ലൂപ്പ്, ഈ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കെ വി എൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചതാണെന്ത്? കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. എന്തായിരുന്നു കിർച്ചോഫ് വോൾട്ടേജ് ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ലൂപ്പിൽ നമ്മൾ എല്ലാ വോൾട്ടേജിന്റെയും ആൾജിബ്രൈക് സം ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഈക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണെന്ത്? കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. അങ്ങനെ കെ വി എൽ നമ്മൾ അപ്ലൈ ചെയ്യണം. വി വിൽ ഗെറ്റ് എന്താണ്? വി സി ഇ. ഇതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. വി സി ഇ ഈസ് ഈക്വൽ ടു എന്ത് ലഭിക്കും? വി സി ഇ ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. ആ ഒരു ലൂപ്പ് മാത്രം, അതായത് നമ്മൾ ഈ ഒരു ലൂപ്പ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ലൂപ്പ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി സി ഇ ഒരു പൊട്ടൻഷ്യൽ ഇതാണ്. ദെൻ ഐ സി ആർ സി എന്ന് പറഞ്ഞ ഡ്രോപ്പ് ആർ സിക്ക് അക്രോസ് ഉണ്ടാവും. ദെൻ വി സി സി ഉണ്ടാവും. നമ്മൾ ഈ ഒരു ലൂപ്പ് നമ്മൾ ഈ രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, കെ ബി എൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ഐ സി ആർ സി മാത്രം നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഐ സി ആർ സി മാത്രം മാറ്റിയെടുക്കുമ്പോൾ വി ഗെറ്റ് വി സി സി മൈനസ് വി സി ഇ. ഓർ സിംപ്ലി ഐ സി സി ഇക്വൽ ടു എന്താണ്? മൈനസ് വി സി ഇ പ്ലസ് വി സി സി ദാറ്റ് ഡിവൈഡ് ബൈ ആർ സി. നമ്മൾ ഈ ഒരു ഇക്വേഷൻ ലഭിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. നമ്മളൊന്ന് പ്രോപ്പറായിട്ട് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ഐ സി സി ഈക്വൽ ടു മൈനസ് 1 ബൈ ആർ സി ഇൻറ്റു വി സി ഇ പ്ലസ് 1 ബൈ ആർ സി ഇൻറ്റു വി സി സി. അപ്പോൾ ഇത് നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന ഒരു ഇക്വേഷനുമായിട്ട് വളരെ റിസംബ്ലൻസ് ഉള്ളൊരു ഇക്വേഷൻ ആണ്. എന്താണ്? വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഒരു മാത്തമാറ്റിക്സിലെ ഒരു ഇക്വേഷൻ ആണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഗ്രാഫിൽ അത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, എം സ്ലോപ്പിന് പകരം എന്താണ്? മൈനസ് 1 ബൈ ആർ സി. ദെൻ എക്സ് വേരിയബിൾ എന്താണ്? എക്സ് എന്ന വേരിയബിൾ പകരം ബി സി ഇ. ദെൻ സി എന്ന് പറയുന്നത് അതിന്റെ ഇന്റർസെപ്റ്റ് ആണ്. എത്രയാണ്? 1 ബൈ ആർ സി ഇൻറ്റു ബി സി സി. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്കത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പോലത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, വൈ എന്താണ്? ഐ സി ആണ്. സോ ഐ സി അലോങ് വൈ ആക്സിസ്. ദെൻ എക്സിന് പകരം എന്താണ്? ബി സി ഇ. സോ ബി സി ഇ അലോങ് എക്സ് ആക്സിസ്. അപ്പൊ നമ്മൾ ഡി സി ലോഡ് ലൈൻ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വൈ ആക്സിസിൽ ഐ സിയും എക്സ് ആക്സിസിൽ എന്ത് വേണം? ബി സിയും വേണം. ഇനി നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് എമ്മിന് പകരം എന്താണ്? മൈനസ് 1 ബൈ ആർ സി ആണ്. നമുക്കത് എങ്ങനെയാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത് കൂടി നമുക്ക് നോക്കാം. എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്? നമുക്കറിയാം എന്ത്? ഐ സിയുടെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കുക? വെൻ ഐ സി ഇസ് ഈക്വൽ ടു 0 എന്ത് സംഭവിക്കും? വെൻ ഐ സി ഇസ് ഈക്വൽ ടു 0 എന്താണ് സംഭവിക്കുക? നമുക്ക് നോക്കാം. ഐ സിയുടെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് കിട്ടും? 0 ഈക്വൽ ടു മൈനസ് 1 ബൈ ആർ സി വി സി ഇ പ്ലസ് 1 ബൈ ആർ സി വി സി സി.
അതൊന്ന് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എന്ത് വി സി ഇ ഈസ് ഈക്വൽ ടു വി സി സി എന്ന് നമുക്കൊരു കൺസെപ്റ്റ് കിട്ടും. സോ ഐ സിയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്താണ് വി സി സി ഈക്വൽ ടു വി സി ഇ. നമ്മൾ ഇപ്പോൾ എക്സ് ആക്സിസിലെ മാക്സിമം എക്സ്ട്രീം പോയിന്റ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. സോ അവിടെ ഈ ഒരു പോയിന്റ് ഐ സിന്റെ വാല്യൂ 0 ആണല്ലോ. സോ വെൻ യു പുട്ട് ഐ സി ആസ് 0 യു ഗെറ്റ് വി സി ഇ ആസ് വി സി സി. അതായത് നമ്മൾ എക്സ് ആക്സിസിലെ എക്സ്ട്രീം പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഐ സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന സാധനം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, എന്ത് ലഭിക്കും? ഐ സി ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ യു ഗെറ്റ് ദിസ് പോയിന്റ് ആസ് വി സി ഇ ഈസ് ഈക്വൽ ടു വി സി സി. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് വി സി സി ആണ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. when IC is equal to 0, VC is equal to VCC. ഇനി നമുക്ക് ചെയ്യേണ്ടത് y ആക്സിസിലെ മാക്സിമം അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രീം പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നോക്കുക, നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ എന്താണ്? അവിടെ നമുക്കറിയാവുന്നത് VCE is equal to 0. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? VCE-ന്റെ വാല്യൂ 0 ആണ്. സോ വെൻ യു പുട്ട് VCE as 0 എന്ത് ലഭിക്കും? ഓക്കെ, ഇത് 0 ആണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? IC-യുടെ വാല്യൂ എന്താണ് കിട്ടുക? IC as VCC/RC. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പോയിന്റ് എന്ത് കിട്ടി? VCC/RC. ഓക്കെ, അത് രണ്ടും കൂടി നമുക്ക് യോജിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ലൈനിനെ പറയുന്ന പേരാണെന്ത്? DC ലോഡ് ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പോയിന്റും കണ്ടുപിടിക്കുക എന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. when VC is equal to 0 you get IC as VCC/RC. അപ്പൊ എന്താണ് ഡി സി ലോഡിൽ? നമുക്കൊരു ഡെഫിനിഷൻ വേണം. എങ്ങനെ നമുക്കൊരു ഡി സി ലോഡിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഡി സി ലോഡ് ലൈൻ ഗീവ്സ് ലോക്കസ് ഓഫ് ബി സി ഇ ആൻഡ് ഐ സി. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാഫ് അല്ല, ഇറ്റ്സ് ലോക്കസ് ഓഫ് ബി സി ഇ ആൻഡ് ഐ സി അറ്റ് എനി ഗിവൺ വാല്യൂ ഫോർ ആർ സി. ആർ സി കോൺസ്റ്റന്റ് ആണെങ്കിൽ ബി സി ഇയും ഐ സിയും നമ്മളും പരസ്പരം ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ലോക്കസ് ആണെന്ത്? അല്ലെങ്കിൽ കണ്ടിന്യൂസ് പോയിന്റ്സ് ആണെന്ത്? ഈ പറഞ്ഞിരിക്കുന്ന ഡി സി ലോഡ് ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡി സി ലോഡ് ലൈൻ? നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് അവിടെ എ സി സിഗ്നൽ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ കൺസിഡറിങ് ഓൺലി ഡി സി പോർഷൻസ്. അപ്പോൾ നമ്മൾ ആ വേരിയേഷൻ ഒന്നും നമ്മളല്ല, ചേഞ്ച് ഇൻ സിഗ്നൽ ഒന്നും നമ്മുടെ സിഗ്നൽസേ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ വി സിയും ഐ സിയും തമ്മിലുള്ള ലോക്കസ് ആണ് എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന ഡി സി ലോഡ് ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എന്ത്? ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഡി സി ലോഡ് ലൈനും ഓപ്പറേറ്റിംഗ് പോയിന്റും ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം ബയാസിങ് അപ്പോൾ ലീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ക്യൂ പോയിന്റ്? അപ്പോൾ ക്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് കാര, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഔട്ട്പുട്ട് കാര എന്താണ്? ഔട്ട്പുട്ട് കാര നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്തായാലും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ദ ഗ്രാഫ് പ്ലോട്ടഡ് ബിറ്റ്വീൻ VCE വേഴ്സസ് IC അറ്റ് കോൺസ്റ്റന്റ് IB കോൺസ്റ്റന്റ് ആകത്തക്ക രീതിയിൽ VCE വേഴ്സസ് IC നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കുറെ ഗ്രാഫുകളുടെ ഒരു കൂട്ടത്തെ പറയുന്ന പേരാണ് എന്ത്? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന അവിടെ നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡി സി ലോഡ് ലൈനിലും VCE വേഴ്സസ് IC ആണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് കാരിയർ എന്താണ്? VCE വേഴ്സസ് IC-യിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഗ്രാഫ് കണ്ടല്ലേ? ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ഔട്ട്പുട്ട് കാരയാണ് ഫോർ IB is equal to 5 മൈക്രോ ആംപിയർ. 5 മൈക്രോ ആംപിയർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കാരയാണെന്ത് ഈ കാണിച്ചിരിക്കുന്നത്. IB മാറുമ്പോൾ എന്താവും? ഔട്ട്പുട്ട് കാര ഔട്ട്പുട്ട് കാര. ദെൻ ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു IBക്ക് ഓരോ ഈ ഔട്ട്പുട്ട് കാര ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, റൈറ്റ്, ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് IC. ഇതാണ് എന്ത്? ഔട്ട്പുട്ട് കാര എന്ന് പറയുന്നത്. IP 5 ആണെങ്കിൽ ഇത് 10 മൈക്രോ ആംപിയർ ആയിരിക്കും. അതിനപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു സിംഗിൾ കാര മാത്രമാണ്. അത് IB is equal to 5 മൈക്രോ ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് കാണിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡി സി ലോഡ് ലൈനും ഔട്ട്പുട്ട് കാരയും മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണെന്ത്? ഓപ്പറേറ്റിംഗ് പോയിന്റ് അഥവാ ക്യുസെന്റ് പോയിന്റ്. അതും അല്ലെങ്കിൽ സിംപ്ലി ക്യൂ പോയിന്റ് എന്നാണ് പറയുക. സോ ഓപ്പറേറ്റിംഗ് പോയിന്റ്, ക്യുസെന്റ് പോയിന്റ്, സിംപ്ലി ക്യൂ പോയിന്റ്. സോ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ബേസ് കറന്റ്, ഏതെങ്കിലും ഒരു ബേസ് കറന്റ് അല്ലെങ്കിൽ നമ്മളെ ആ സാധനത്തിന് കറസ്പോണ്ടിങ്, അതായത് സിഗ്നൽ ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു ബേസ് കറന്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ AC പാർട്ട് മാത്രമേ കൺസിഡർ ചെയ്യാതിരിക്കുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ദർ ഇസ് ബേസ് കറന്റ്. ആ ബേസ് കറന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കാരയും
നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഡി സി ലോഡ് ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് അഥവാ ക്യൂസെന്റ് പോയിന്റ് ഓർ സിംപ്ലി ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ 5 മൈക്രോ ആംബിയർ. അപ്പോൾ ഇത് എങ്ങനെയാണ് 5 മൈക്രോ ആംബിയർ സെലക്ട് ചെയ്യുക? അല്ലെങ്കിൽ ഔട്ട്പുട്ട് കയറ ഇതാണെന്ന് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചു? അതിനെ പറയുന്ന പേരാണ് ബയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ BCC ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് എല്ലാം എന്താണ്? BBBയും BCC ഒക്കെ എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ RC എന്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ RB ഉണ്ടെങ്കിൽ RB ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. സോ അത് പ്രോപ്പർ ആയിട്ടുള്ള സെലക്ട് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്യൂസെന്റ് പോയിന്റ് സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ അത് ആക്റ്റീവ് റീജിയനിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയനിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസിസ്റ്ററിനെ ഓപ്പറേറ്റ് ചെയ്യിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ VBBയും VCCയും നമ്മളെല്ലാം പ്രോപ്പറായിട്ട് റെസിസ്റ്റൻസ് ഒക്കെ കണക്ട് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ പറഞ്ഞിരിക്കുന്ന ആക്റ്റീവ് റീജിയനിൽ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അതിനെ പറയുന്ന പേരാണ് എന്ത്? ബയാസിങ് എന്ന് പറയുന്നത്. സോ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന ക്യൂസെന്റ് പോയിന്റ് അഥവാ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈ DC ലോഡ് ലൈനിന്റെ എക്സാക്ട്ലി മിഡിൽ ആയി വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. നമ്മൾ ചൂസ് ചെയ്യാൻ മീൻസ് നമ്മൾ ഈ വാല്യൂസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കി എടുക്കണം എന്നാണ് അർത്ഥം. സോ ഒരു ബെറ്റർ പ്ലേസ്മെന്റ് ഓഫ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി മിഡിൽ ഓഫ് ദിസ് DC ലോഡ് ലൈൻ ആയിരിക്കണം. ഈ DC ലോഡ് ലൈനിന്റെ മിഡിൽ പോർഷനിൽ വേണം എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പോയിന്റ്. അതായത് സിഗ്നൽ ഒന്നും ഇല്ലാത്തപ്പോഴുള്ള നമ്മുടെ ഔട്ട്പുട്ട് കാരയും ഈ പറഞ്ഞിരിക്കുന്ന DC ലോഡ് ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അത് DC ലോഡ് ലൈനിന്റെ പകുതി വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ക്യൂ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിസ് ഇസ് ഡൺ ബൈ യൂസിങ് ബയാസിങ് സർക്യൂട്ട്സ്. അതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും? അത് പ്രോപ്പർ ആയിട്ടുള്ള ബയാസിങ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ ബയാസിങ് സർക്യൂട്ടിനെ കുറിച്ച് നിങ്ങളുടെ സിലബസിൽ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല, അതാണ് അതിലേക്ക് കടക്കാൻ. കുറേ ബയാസിങ് സർക്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് പഠിച്ചിരിക്കുന്ന RC കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണ്. അതുപോലെ ഫിക്സ്ഡ് ബയാസ് ഉണ്ട്, കുറേ ബയാസിങ് ടെക്നിക്സ് ഉണ്ട്. എനിവേ അങ്ങനെയുള്ള സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ബയാസിങ് സർക്യൂട്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ദ ലോഡ് ലൈൻ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പോൾ എന്താണ് DC ലോഡ് ലൈൻ എന്നും എന്താണ് ഈ ക്യൂസെന്റ് പോയിന്റ് അഥവാ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് മനസ്സിലാക്കി. ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എക്സാക്ട്ലി ഇൻ ദ മിഡിൽ പോർഷൻ ഓഫ് ദി DC ലോഡ് ലൈൻ. അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, ആക്റ്റീവ് റീജിയൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കട്ട് ഓഫും സാച്ചുറേഷൻ എന്തായിരുന്നു? കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് സ്വിച്ചിങ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്വിച്ചിങ് ആക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീജിയൻ ഉപയോഗിക്കുന്നത്. ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ട്രാൻസിസ്റ്റർ, അത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ആക്റ്റീവ് റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എന്താണ് ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്? അത് നമ്മുടെ ലാസ്റ്റ് പഠിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് കാരയിൽ എവിടെയാണ് ആക്റ്റീവ് റീജിയൻ, എവിടെയാണ് സാച്ചുറേഷൻ റീജിയൻ, എവിടെയാണ് കട്ട് ഓഫ് റീജിയൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കട്ട് ഓഫ് റീജിയൻ, എന്താണ് സാച്ചുറേഷൻ റീജിയൻ, ആക്റ്റീവ് റീജിയൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്യൂസെന്റ് പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ആ DC ലോഡ് ലൈനിന്റെ എക്സാക്ട്ലി മിഡിലാക്കി വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ആക്റ്റീവ് റീജിയനിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ DC ലോഡ് ലൈനിന്റെ മുകളിലോട്ടോ താഴേക്കോ പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ കട്ട് ഓഫിലേക്കോ സാച്ചുറേഷനിലേക്ക് പോകാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് DC ലോഡ് ലൈനിന്റെ എക്സാക്ട്ലി മിഡിലായിട്ട് വേണം നമ്മൾ ക്യൂ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ എന്താണ് കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത്? ദ പോയിന്റ് വെർ ദ ലോഡ് ലൈൻ ഇന്റർസെക്ട്സ് IB = 0. ഓക്കെ, അത് ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാം. പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ സ്വിച്ച് ഇൻ കട്ട് ഓഫ്. അപ്പം ട്രാൻസിസ്റ്റർ ഷുഡ് ബി ബയാസ്ഡ് ഇൻ ആക്റ്റീവ് റീജിയൻ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഔട്ട്പുട്ട് കാരെ പഠിച്ചിട്ടുണ്ട്. ഇത് IB = 0 ആണ്. ഇത് IB മാക്സിമം IBക്കുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡ് ലൈൻ, DC ലോഡ് ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ DC ലോഡ് ലൈൻ IB = 0 ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് കട്ട് ഓഫ് ലൈൻ. IB പലത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ട് IB = 5 മൈക്രോ ആംപിയർ എന്ന ലൈനാണിത്. ഇതാണ് നമ്മുടെ ക്യൂസെന്റ് പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് IB = 0 ഈ DC ലോഡ് ലൈൻ മിറ്റുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണെന്ത്? കട്ട് ഓഫ് പോയിന്റ്. അതുപോലെ തന്നെ IB = മാക്സിമം വാല്യൂ ഓഫ് IB, അതാണ് IB സാച്ചുറേഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മുടെ ലോഡ് ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണെന്ത്? സാച്ചുറേഷൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നതായിരിക്കണം എക്സാക്ട്ലി മിഡിൽ പോയിന്റിൽ വേണം സെറ്റ് ചെയ്യാൻ.
ഓക്കെ. അപ്പോൾ സാച്ചുറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബേസ് കറണ്ട് സാച്ചുറേഷനിലുള്ള ഔട്ട്പുട്ട് കയറായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതുപോലെ IB = 0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കയറായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റിന്റെ പേരാണിത് കട്ട് ഓഫ് റീജിയൻ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതാണ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ആൻ ആംപ്ലിഫയർ. എന്താണ് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബാൻഡ് വിഡ്ത്ത്? അപ്പോൾ ബാൻഡ് വിഡ്ത്തിനെ കുറിച്ചിട്ടൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ. അപ്പോൾ എന്തായിരുന്നു ഫ്രീക്വൻസി റെസ്പോൺസ്? ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ്സ് എ ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി ആണ്. ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി. ഗെയിൻ അലോങ് y ആക്സിസും ഫ്രീക്വൻസി അലോങ് x ആക്സിസും. ഓക്കെ, സോ ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിനെ പറയുന്ന പേരാണെന്ത്? ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് ഗെയിൻ ആണ് AVM, വോൾട്ടേജ് ഗെയിൻ കാണിക്കുന്നതാണ് AVN. അപ്പം AVM മാക്സിമം ഗെയിൻ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ബാൻഡ് വിഡ്ത്തും 3 dB പോയിന്റ്സും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്കിപ്പോൾ കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ ഒക്കെ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോമൺ എമിറ്ററിനാണ് എക്സലന്റ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഇത് കാണിച്ചിരിക്കുന്നത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ റെസ്പോൺസ് ആണ്. അതുപോലെ തന്നെ ഡയറക്ട്ലി കപ്പിൾഡിലാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വളരെ കുറവാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. പുവർ റെസ്പോൺസ് ആണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നോക്കാം. എനിവേ നമ്മൾ നോക്കാം, ഫ്രീക്വൻസി വളരെ കുറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഗെയിൻ വളരെ കുറവായിരുന്നു. പിന്നെ ആസ് വി ഇൻക്രീസ് ദ ഫ്രീക്വൻസി എന്ത് സംഭവിക്കുക? ഫ്രീക്വൻസി കൂടുന്തോറും സംഭവിക്കും, നമ്മുടെ ഗെയിൻ്റെ വാല്യൂ കൂടി കൂടി കുറച്ച് കഴിയുമ്പോൾ എന്താവും? അത് കോൺസ്റ്റന്റ് ആവും. ഓക്കെ, പിന്നെ ഫോർ എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എന്താണ്? അത് മാക്സിമം വോൾട്ടേജ് ഗെയിൻ നമുക്ക് തരും. ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിക്ക് അതൊരു മാക്സിമം വോൾട്ടേജ് ഗെയിൻ ലഭിക്കുകയാണ്. എഗെയിൻ നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഗെയിൻ ഈസ് ഡിക്രീസിങ് ബൈ ദ സെയിം ഫാഷൻ ആസ് ബിഫോർ. ഇവിടെ എങ്ങനെയായിരുന്നു അത് ബിഹേവ് ചെയ്തത് അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തായി? അത് ഡിക്രീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ പറയുന്ന പേരാണെന്ത്? ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? രണ്ട് പോയിന്റ് കാണിച്ചിട്ടുണ്ട്. എന്താണ്? P1 എന്നും ഇവിടെ P2 എന്നും പറഞ്ഞിട്ട് രണ്ട് പോയിന്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഫ്രീക്വൻസി ഉണ്ട്, F1 ഉം F2 ഉം. ഓക്കെ, അതിൽ F1 എന്ന് പറയുന്ന പേരാണെന്ത്? ആദ്യം വരുന്നത് അല്ലെങ്കിൽ ലോവസ്റ്റ് പോർഷനിൽ വരുന്ന ആ ഫ്രീക്വൻസി കമ്പോണന്റ് പറയുന്ന പേരാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഫ്രീക്വൻസി റീജിയനെ പറയുന്ന പേരാണെന്ത്? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന്. അപ്പൊ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1 ഉം അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്? F2 ഉമാണ്. ഓക്കെ, ദെൻ കാണാം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഈ ഒരു റേഞ്ചിനെ പറയുന്ന പേരാണ്. F2ന്റെയും F1ന്റെയും ഇടയ്ക്കുള്ള ആ ഒരു റേഞ്ചിനെ പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു F2 മൈനസ് F1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന പേരാണെന്ത്? ഈ പറഞ്ഞിരിക്കുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ രണ്ട് പോയിന്റ് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്? ഓക്കെ, അപ്പം ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. മൊത്തം ഗെയിനിന്റെ 0.707 ടൈംസ് ഉള്ള ഗെയിൻ ആവുന്ന രണ്ട് പോയിന്റ്. അതായത് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് അതിന്റെ മാക്സിമം ഗെയിൻ, അതായത് AVM. അതിന്റെ 0.7 അല്ലെങ്കിൽ അതിന്റെ 70% എത്തുന്ന ആ ഒരു രണ്ട് പോയിന്റ്സ് ഉണ്ടാവും, രണ്ട് റീജിയൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം മൊത്തം ഗെയിനിന്റെ 70.7% കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് പോയിന്റ് ലഭിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് കിട്ടുന്ന പോയിന്റ് ആണെന്ത്? നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് നമ്മൾ ലോവർ കട്ട് ഓഫ് ആയിട്ടും നെക്സ്റ്റ് പോയിന്റ് എന്തായിട്ടും അതിന് ഹയർ കട്ട് ഓഫ് ആയിട്ട് നമ്മൾ രണ്ട് പോയിന്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം 0.707 കറസ്പോണ്ടിങ് ആയിട്ട്. സോ ഈ ഒരു ഡിഫറൻസിന്, അതായത് AVM മുതൽ ഇത് നമുക്ക് DBയിലാണ് പറയാം. സോ ഗെയിനിന്റെ സാധാരണഗതിയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുക DBയിലാണ്. ഓക്കെ, DBയിലാണ്, ഡെസിബെൽ എന്നാണ്. ഓക്കെ, DBയിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഗെയിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ്. അപ്പം DB ശരിക്കും അത് ആക്ച്വലി എന്ന് പറയുമ്പോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണെന്ന് നമുക്കറിയാം. അപ്പം പവർ ഗെയിൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി 10 log ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന രീതിയിലാണ് പവറിന്റെ ഗെയിൻ. അതേസമയം വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 20 log ഓഫ് V ഔട്ട് ബൈ V in. ഇതാണ് ഡെഫിനിഷൻ. സോ വോൾട്ടേജ്
20 log ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അതിനെ പറഞ്ഞ പേരാണ് വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി എന്ന് പറയുന്നത്. സോ നമ്മളത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ആ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ, അതായത് AVM മുതൽ 0.7 ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഡി ബിയിൽ കൺസിഡർ ചെയ്യണം 3 dB ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ബാൻഡ് വിഡ്ത്തിന് വേണമെങ്കിൽ നമുക്ക് 3 dB ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാറുണ്ട്. 3 dB ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു AVM, അതായത് മാക്സിമം വോൾട്ടേജ് ഗെയിൻ, അതിന്റെ 70% അഥവാ 0.707 ടൈംസ്. 0.707 വേറൊരു പേരും കൂടി ഉണ്ട്, 1/√2 എന്ന് പറയും. 1/√2 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് 0.707. ഓക്കെ, അപ്പൊ AVM മുതൽ 0.707 AVM വരെയുള്ള ആ ഡിഫറൻസ് നമ്മൾ DBയിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് 3 dB. ഓക്കെ, അപ്പം ഒന്നുകിൽ 0.707 ടൈംസ് AVM വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ഫ്രീക്വൻസി എന്ന് വേണം നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, -3 dB. അപ്പൊ 3 dB വ്യത്യാസം, മുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണെങ്കിൽ 3 dB ഡിഫറൻസ് ആണ് വരുന്നത് DBയിൽ പറയുകയാണെങ്കിൽ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ഫ്രീക്വൻസി ആണെന്ത്, F1 ഉം F2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും. ഓക്കെ, അതാണ് എന്താണ് 3 dB പോയിന്റ്സ്, എന്താണ് ബാൻഡ് വിഡ്ത്ത്, അതൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, then ഇവിടെ പറഞ്ഞിരിക്കുകയാണ് the frequencies at which the voltage gain reduces to, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0.707 of maximum gain are known as cut off frequency. ഒന്ന് lower cut off frequencyയും ഒന്ന് upper cut off frequencyയും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ bandwidth of an amplifier definition is defined as the range of frequency over which the gain is equal to or greater than, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന F2 minus F1 എന്ന് പറയുന്ന പേരാണ് എന്ത്, bandwidth എന്ന് പറയുന്നത്. 3 dB points, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ the voltage gain reduces to 0.707 or 1/√2 of maximum value. അപ്പോൾ DBയിൽ പറയുകയാണെങ്കിൽ അത് 3 dB ആണ്. അപ്പോൾ ആ രണ്ട് പോയിന്റ്സിനെ പറഞ്ഞ പേരാണ് 3 dB പോയിന്റ്സ്. ഗെയിനിൽ കറസ്പോണ്ടിങ് ആയുള്ള പോയിന്റ്സ് ആണ് എന്ത്, P1 P2 3 dB പോയിന്റ്സ് എന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിൽ വരുമ്പോൾ എന്ത് പറയും, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും എന്ന് നമ്മൾ പറയും. നമ്മുടെ പറഞ്ഞപ്പോൾ തന്നെ F1 ലോവർ 3 dB കട്ട് ഓഫ് ഫ്രീക്വൻസി, F2 എന്ന് പറയുന്നത് അപ്പർ 3 dB കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. ഇപ്പൊ എന്താണ് ബാൻഡ് വിഡ്ത്ത് ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് 3 dB ബാൻഡ് വിഡ്ത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, നിങ്ങളുടെ സിലബസ് പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ പറയാം. എന്താണ് നമ്മൾ 0.707 അല്ലെങ്കിൽ 1/√2 മാത്രം എടുക്കാനുള്ള റീസൺ എന്താണ്, നമ്മൾ ഇങ്ങനെ രണ്ട് പോയിന്റ്സ് എടുക്കാൻ വല്ല പ്രത്യേകതയുണ്ടോ? എന്തിനാണ് 1/√2? ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വോൾട്ടേജ് ഗെയിൻ അല്ലെങ്കിൽ പവർ കറണ്ട് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ ആണ് എടുക്കുക. അപ്പോൾ വോൾട്ടേജിന്റെ സ്ക്വയർ ആണ് എന്ത്, പവർ അല്ലെ. പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു V²/R അല്ലെങ്കിൽ I²R എന്നൊക്കെയാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. സോ പ്രൊപ്പോർഷണൽ ടു V² ആണ്. സോ 1/√2 ആണ് എന്ത്, വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, 1/2 ആണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ പോയിന്റ് എടുക്കാൻ കാരണം ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന പേരും കൂടി ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചു വെക്കണം. ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് കൂടി നമ്മൾ അതിനെ വേണമെങ്കിൽ പറയാം. കാരണം പവറിന്റെ ടേംസിൽ വരുമ്പോൾ 1/√2 സ്ക്വയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഇസ് ആക്ച്വലി ഹാഫ് പവർ ഫ്രീക്വൻസി. ഇത് ആക്ച്വലി വോൾട്ടേജ് ഗെയിൻ ആണ്, അതാണ് 1/√2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പവറിന്റെ ടേംസ് പറയുമ്പോൾ 1/√2 അല്ല, പകരം 1/2 ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, പവർ ഗെയിൻ ടേംസ് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം പകുതി ഗെയിനെങ്കിലും വരത്തക്ക രീതി, മൊത്തം ഗെയിനിന്റെ പകുതിയെങ്കിലും വരത്തക്ക രീതിയിലുള്ള രണ്ട് പോയിന്റ്സ്. അതായത് ഈ ബാൻഡ് വിഡ്ത്തിൽ അത് കോൺസ്റ്റന്റ് അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി എന്താണ്, ഒരേ രീതിയിലുള്ളൊരു ഗെയിൻ തരും. പകുതി ടോട്ടൽ പവർ F1-നെക്കാട്ടും കുറവാണെങ്കിൽ പകുതി പവറെങ്കിലും പോയി, അതുപോലെ F2-നെക്കാട്ടും കൂടുകയാണെങ്കിൽ പകുതി പവർ നമുക്ക് നഷ്ടപ്പെടും. സോ അതിനിടയിലുള്ള ഒരു വിഡ്ത്തിനെ പറയുന്ന പേരാണ് എന്ത്, ബാൻഡ് വിഡ്ത്ത്. നമ്മൾ ആ പോയിന്റ് എടുക്കാനുള്ള റീസൺ ആണ് പറഞ്ഞത്. വൈ വി ടേക്ക് 0.707 അല്ലെങ്കിൽ 1/√2 എടുക്കുന്ന റീസൺ പറഞ്ഞിരിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ബാൻഡ് വിഡ്ത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ, അതായത് F2 - F1 എന്ന് പറയുന്ന ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ അത് അറൗണ്ട് കോൺസ്റ്റന്റ് ഗെയിൻ ആണ് തരിക. അപ്പം ഓരോ സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ ആംപ്ലിഫയറിന് മാത്രമല്ല, എല്ലാ വസ്തുവിനും എന്തുണ്ട്, ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. ആ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ആ ബാൻഡിൽ അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കുന്നത് അത് മാക്സിമം ഗെയിൻ നമുക്ക് ഔട്ട്പുട്ടായി തരിക. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിൽ അത് നല്ലൊരു ബെറ്റർ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കും. അതാണ് അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പം തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് DC ലോഡ് ലൈൻ അനാലിസിസ്, എന്താണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എപ്പോഴും
നമ്മൾ സെൻറ്ററിൽ ഡി സിയിലുള്ളതിൻ്റെ പകുതി ആയത്തക്ക രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? എന്താണ് ബാൻഡ് വിഡ്ത്ത്, എന്താണ് 3 dB പോയിന്റ്സ്, എന്താണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, എന്താണ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് ടേം ആണ്, പവർ ആംപ്ലിഫയേഴ്സ്. ഇപ്പോൾ ഈ പവർ ആംപ്ലിഫയേഴ്സും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. തൽക്കാലം ഞാൻ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്.